Be safe. We have studied about the different safety rules and accidents. Jevin എന്താ അവിടെ ചെയ്യുന്നത് ജെവിൻ? Then we have studied about the safety rules on the road, at home, on the playground, in the classroom, and then next we are going to study about the first aid. Page number 139. ആ പോർഷന്റെ ആ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, ജെവിൻ അതൊന്ന് വായിച്ചു മോനെ. ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ്. First aid. Sometimes instead of being careful, accidents happen. First aid is the immediate help give to an injured person. Do not let a crown greater around the hurt person. Do not let a crowd gather around the hurt person. Then make the hurt person sit or lying down. If the person is bleeding, clean the wound with clean the wound with an antiseptic lotion. Antiseptic lotion and tie a clean hand clean hanky or bandage over it. Person and clean him down. Call a doctor if needed. Okay, then we are going to study about the first aid. First aid. First aid എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് റിലു ശ്രദ്ധിച്ചു മോളെ. First aid. Sometimes, in spite of being careful, accidents happen. First aid is the immediate help given to an injured person. What is first aid? First aid is the immediate help given to an injured person when the doctor arrives. It is the definition of the first aid. First aid എന്താണെന്ന് വെച്ചാൽ it is the first help given to an injured person. ഒരു അപകടമുണ്ടായ ആൾക്ക് ആദ്യം കിട്ടുന്ന ഹെൽപ്പാണ് എന്ത് ഫസ്റ്റ് എയ്ഡ്. ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായ ഒരാൾക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഹെൽപ്പിനെയാണ് എന്ത് പറയുക, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. നമുക്കറിയാമല്ലേ, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് വല്ല മുറിവുകളോ ആക്സിഡൻസോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരോ ഒക്കെ എന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. നമ്മുടെ മുറിവൊക്കെ കഴുകി അത് നന്നായിട്ട് എന്ത് ചെയ്ത് തരും, തുടച്ച് വൃത്തിയാക്കി കെട്ടിവെച്ച് തരും അല്ലേ. അപ്പൊ അങ്ങനെ ഡോക്ടർ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെ അല്ലെങ്കിൽ ആദ്യം ഇൻജേർഡ് ആയിട്ടുള്ള ആൾക്ക് കൊടുക്കുന്ന ഹെൽപ്പിനെയാണ് എന്ത് പറയാ, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഫസ്റ്റ് ഹെൽപ്പ് ഗിവൺ ടു ആൻ ഇൻജേർഡ് പേഴ്സൺ വെൻ ദ ഡോക്ടർ അറൈവ്സ്. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഫസ്റ്റ് ഹെൽപ്പ് given to an injured person when the doctor arrives. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് ചോദിച്ചാൽ അതാണ് പറയേണ്ടത്. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഫസ്റ്റ് ഹെൽപ്പ് ഗിവൺ ടു ആൻ ഇൻജേർഡ് പേഴ്സൺ വെൻ ദ ഡോക്ടർ അറൈവ്സ്. ഡോക്ടർ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, രോഗിക്ക് അല്ലെങ്കിൽ ഇൻജേർഡ് ആയിട്ടുള്ള വ്യക്തിക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു ഹെൽപ്പിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. ആൻഡ് സംടൈംസ് ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് കെയർഫുൾ ആക്സിഡൻറ്റ്സ് ഹാപ്പൻ.
ചില സമയങ്ങളിൽ ആക്സിഡന്റ് സംഭവിക്കും അല്ലേ? എങ്ങനെയാണ്? നമ്മൾ എത്ര കെയർ ചെയ്താലും അല്ലേ, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എന്ത് പറ്റും? ചില സമയങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകാം. നമ്മൾ എത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും ചില സമയം ആക്സിഡൻസ് സംഭവിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. Then first aid is the immediate help given to an injured person. പിന്നെ ഫസ്റ്റ് എയ്ഡ് എന്താണ്? പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പാണ്. എന്ത്? ഇൻജേർഡ് ആയിട്ടുള്ള പേഴ്സണ് ആദ്യം കൊടുക്കുന്ന ഹെൽപ്പിനെയാണ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡ്, ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം അല്ലേ, ഒന്നാമത്തെ, ആദ്യം. എയ്ഡ് എന്താണ്? എയ്ഡ് ഹെൽപ്പാണ്. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിനെ എയ്ഡ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്താണ്? ആദ്യം നമ്മൾ കൊടുക്കുന്ന ഹെൽപ്പ്. ഇൻജേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആദ്യം നമ്മൾ കൊടുക്കുന്ന ഹെൽപ്പിനെയാണ് എന്ത് പറയാ? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാ. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ഗിവൺ ടു ആൻ ഇൻജേർഡ് പേഴ്സൺ. ആൻഡ് നമ്മൾ എത്ര കെയർ ചെയ്താലും ചില സമയങ്ങളിൽ എന്തുണ്ടാവും? ആക്സിഡൻസ് സംഭവിക്കും. സംടൈംസ് ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് കെയർഫുൾ ആക്സിഡൻസ് ഹാപ്പൻ. എത്ര കെയർ ചെയ്താലും അപകടങ്ങൾ സംഭവിക്കും. ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഹെൽപ്പ്. നമ്മൾ ആക്സിഡന്റ് ഉണ്ടായ ആൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഹെൽപ്പിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാ. ആൻഡ് നമ്മൾ ഒരാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ആക്സിഡന്റ് പറ്റിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. നോക്കാം നമുക്കല്ലേ. കുറെ പോയിന്റ്സ് ഉണ്ട്. റിലു, ആ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു മോളെ. ഇഞ്ചുറീസ് ഉണ്ടായാല് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? അവിടെ ഒരു ക്രൗഡ് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. ക്രൗഡ് എന്താണ്? ആൾക്കൂട്ടം അല്ലേ? നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി ഏതാണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ അവിടെ കൂട്ടം കൂടി നിൽക്കും അല്ലേ? ആർക്കെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ ആരെങ്കിലും വീഴുകയോ പൊട്ടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും അത് നോക്കാൻ വേണ്ടി അതിന്റെ ചുറ്റും പോയി നിൽക്കും അല്ലേ? എന്താണ് സംഭവിച്ചത്, വലിയ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടോ, നല്ല കാര്യമായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിന്റെ ചുറ്റും പോയി നിൽക്കും അല്ലേ? ഇഞ്ചേർഡ് പേഴ്സന്റെ ചുറ്റും നമ്മൾ പോയി നിൽക്കും. അപ്പൊ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ അയാളുടെ ചുറ്റും പോയി നിന്ന് അവിടെ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അയാളെ കുറച്ച് ഫ്രീ ആയി വിടുക അല്ലെ? നമ്മൾ എല്ലാവരും കൂടി നിന്ന് പൊതിഞ്ഞ് ക്രൗഡ് ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. ഒരാൾക്ക് അപകടം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയി നിന്ന് വലിയ ക്രൗഡ് ഉണ്ടാക്കരുത്. Then next, the hurt person sit or lie down. Okay, make the hurt person sit or lie down. എന്ത് ചെയ്യാ? ഇഞ്ചുറി ഉണ്ടായ ആളെ, മുറിവുണ്ടായ ആളെ എന്ത് ചെയ്യുക? ഒന്നുകിൽ എവിടെയെങ്കിലും ഇരുത്തുക, അല്ലെങ്കിൽ അവരെ ഒരു സ്ഥലം ഉണ്ടാക്കി അവിടെ കുറച്ചു നേരം കിടക്കാൻ വേണ്ടി അനുവദിക്കുക. അതായത് അയാൾ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്ത് തന്നെ നിൽക്കാൻ സമ്മതിക്കാതെ എന്ത് ചെയ്യാം? അയാൾക്ക് ഇരിക്കാനുള്ള ഒരു പ്ലേസ് എവിടെയെങ്കിലും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചു നേരം കിടന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുക. മേക്ക് ദ പേഴ്സൺ, ഹേർട്ട് പേഴ്സൺ സിറ്റ് ഓർ ലൈ ഡൗൺ. എന്ത് ചെയ്യാം? അവരെ ഒന്നുകിൽ ഇരുത്തുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടത്തുകയോ ചെയ്യുക. Then third, The person is bleeding, clean the wound. Clean the wound. Wound with an Antiseptic lotion and see a clean hanky or bandage over it. And if the person is bleeding, if the injured person is bleeding, അതായത് മുറിവുണ്ടായ ആൾക്ക് ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെ, അതായത് ഇഞ്ചുറി ഉണ്ടായ സ്ഥലത്ത് നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് മുറിഞ്ഞ സ്ഥലത്ത് നിന്ന് വല്ലാതെ ചോര വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലീൻ ദ വോണ്ട് വിത്ത് ആൻ ആന്റിസെപ്റ്റിക് ലോഷൻ. ആദ്യം എന്ത് ചെയ്യുക? ആ മുറിവ് ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ വെച്ചിട്ട് നന്നായി വൃത്തിയാക്കുക. എന്താണ് ആന്റിസെപ്റ്റിക് ലോഷൻ? ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് മുറിവിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആന്റിസെപ്റ്റിക് ലോഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അതിലുള്ള അണുക്കളെയൊക്കെ റിമൂവ് ചെയ്യുന്ന ലോഷൻ. ഡെറ്റോളൊക്കെ എന്താണ്? ഡെറ്റോളൊക്കെ ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ ആണ്. അപ്പൊ അതുപോലുള്ള ഏതെങ്കിലും ആന്റിസെപ്റ്റിക് ലോഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആന്റിസെപ്റ്റിക് ലോഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ
എന്താ ചെയ്യേണ്ടത്? അവരുടെ മുറിവ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊടുക്കുക. ക്ലീൻ. ഷൗമ അവിടെ എന്താ ചെയ്യുന്നേ? എന്താണ് അവിടെ? അവിടെ ചെയ്യുന്നത് മുഴുവൻ ഞങ്ങൾക്ക് ഇവിടെ കാണാം. Then if the person is bleeding, അതായത് ഇഞ്ചുറി ഉണ്ടായ ആൾക്ക് അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്തേ. ആവുന്നുണ്ടല്ലോ ഷമ്മ, അൺമ്യൂട്ട് ചെയ്തത്. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് അല്ലേ? If the person is bleeding, clean the wound with an antiseptic lotion and tie clean hanky or bandage over it. അതായത് ഒരാൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇഞ്ചുറീസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആ മുറിവ് എന്ത് ചെയ്യുക? നന്നായിട്ട് കഴുകുക. ബ്ലീഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെ, ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ മുറിവ് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ദെൻ ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്യുക. അതായത് നമ്മുടെ ഡെറ്റോളൊക്കെ ഉണ്ടല്ലോ, ഡെറ്റോളൊക്കെ എന്താണ്? ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഡെറ്റോളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കുക. ആൻഡ് ദെൻ ടൈ എ ഹാൻഡ് കീ ആൻഡ് ബാൻഡേജ് ഓവർ ഇറ്റ്. ഒന്നുകിൽ ഒരു ഹാൻഡ് കീ എന്താണ്? നമ്മുടെ ചെറിയ ടവലൊക്കെ പോലെയുള്ള ചെറിയ ക്ലോത്തിന്റെ പീസ്, ഒന്നുകിൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് കെട്ടുക. അല്ലെങ്കിൽ ബാൻഡേജ് യൂസ് ചെയ്യാം. ഒന്നുകിൽ ബാൻഡേജ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തുണി കൊണ്ട് നന്നായിട്ട് കെട്ടിവെക്കുക, അമർത്തി കെട്ടിവെക്കുക, നന്നായി ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലോ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ഒരു ഇഞ്ചുറീസ് ഉണ്ടാവുകയാണെന്ന് തോന്നിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ക്ലീൻ ദ വോണ്ട്. ആദ്യം നമ്മൾ ആ മുറിവ് വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ വൃത്തിയാക്കാതെ അതിന്റെ പുറത്ത് തന്നെ ഡെറ്റോളും ഡെറ്റോൾ അപ്ലൈ ചെയ്ത് ദെൻ അതിന്റെ മുകളിൽ ബാൻഡേജ് ഒന്നും ഇട്ട് കെട്ടരുത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ജെവിൻ വീഡിയോ ഓൺ ചെയ്തേ. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ആ മുറിവ് ക്ലീൻ ചെയ്യുക. ആദ്യം ആ മുറിവ് നമ്മൾ നന്നായി ക്ലീൻ ചെയ്ത ശേഷം അതിൽ ആന്റിസെപ്റ്റിക് ലോഷൻ ഏതെങ്കിലും അപ്ലൈ ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ബാൻഡേജ് കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കുക. ഓക്കെ, ഇത്രയാണ് ആദ്യം നമ്മൾ ഒരു മുറിവ് ബ്ലീഡിങ് ആണെങ്കിൽ ചെയ്യേണ്ടത്. ആൻഡ് സ്റ്റേ നിയർ ദ ഓക്കെ മോളെ, ഓക്കെ വായിച്ചോളൂ. Stay near the injured person and climb him down. Call a doctor if needed. Okay, stay near the injured person and calm him down. Calm ആണ് കേട്ടോ, calm, CALM. L അവിടെ സൈലന്റ് ആണ്. calm എന്നാണത് വായിക്കുക. Stay near the injured person and calm him down. Call a doctor if needed. നമ്മൾ എന്ത് ചെയ്യാം? ഒരാൾക്ക് ഇഞ്ചുറീസ് ഉണ്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ്? കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? നന്നായിട്ട് ആ മുറിവൊക്കെ എന്ത് ചെയ്യുക? ആന്റിസെപ്റ്റിക് ലോഷനൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കെട്ടി വെക്കുക എന്നൊക്കെ പറഞ്ഞു. ദെൻ ഇത്രയും കെട്ടി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ അവിടുന്ന് പോകാൻ വേണ്ടി പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേ നിയർ ദ ഇഞ്ചുർഡ് പേഴ്സൺ. ആ മുറിവുണ്ടായ ആളുടെ അടുത്ത് തന്നെ നിൽക്കുക. എന്നിട്ട് അയാളെ എന്ത് ചെയ്യുക? കാമാക്കുക അല്ലെ? കാമാക്കുക എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും കാര്യമായ മുറിവുകളൊക്കെ ഉണ്ടായാൽ നമുക്ക് എന്താവും? വല്ലാതെ പേടിയാവും അല്ലേ? നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, നമ്മൾ മരിച്ചു പോവോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ? നമുക്ക് അങ്ങനെ ഉണ്ടാവും അല്ലേ? ചെറിയ എന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോ. അപ്പൊ നമ്മൾ കരുതും എന്തോ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആണ്, നമ്മളിപ്പോ ചത്തുപോകുന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവില്ലേ? അപ്പോ അവരെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പറഞ്ഞിട്ട് അവരെ റിലാക്സ് ചെയ്യിക്കണം. നിങ്ങൾക്കൊന്നുമില്ല, ചെറിയ മുറിവേ ഉള്ളൂ എന്നൊക്കെ പറയണം. അല്ലാതെ ഇഞ്ചേർഡ് ആയ ആളുടെ അടുത്ത് പോയിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരാൾ ഇതേപോലെ ആക്സിഡന്റ് ഉണ്ടായിട്ട് മരിച്ചു പോയിരുന്നു എന്നൊന്നും അവരോട് പറയാൻ വേണ്ടി പാടില്ല. അതൊക്കെ കേൾക്കുമ്പോൾ എന്താവും? അവർക്ക് വല്ലാത്ത ടെൻഷൻ ആവും അല്ലേ? ചിലപ്പോ
ഇങ്ങനത്തെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായാൽ നിങ്ങൾ മരിച്ചു പോവും, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊന്നും പറയാൻ വേണ്ടി പാടില്ല. അവരെ എന്ത് ചെയ്യണം, നമ്മള് നന്നായിട്ട് കാമാക്കി വെക്കുക. അതായത് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഇപ്പൊ ഡോക്ടർ വരും, കുഴപ്പമൊന്നുമില്ല, ചെറിയ ഇഞ്ചുറീസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മൾ ആശ്വസിപ്പിക്കണം അവരുടെ അടുത്ത് നിന്നിട്ട്. അല്ലാതെ ഇതൊക്കെ വെച്ച് കെട്ടി നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു കൊടുത്തിട്ട് നിങ്ങളിപ്പോൾ ചിലപ്പോൾ മരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചത് കൊണ്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യരുത്. നന്നായിട്ട് എന്ത് ചെയ്യുക, അവരെ നന്നായിട്ട് പറഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യിക്കുക. വലിയ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നും ഇല്ല, ഇപ്പോൾ ഡോക്ടർ വരും, ഹോസ്പിറ്റലിൽ പോയാൽ എന്താണ് ചെറിയ കാര്യമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നന്നായിട്ട് റിലാക്സ് ചെയ്യിക്കുകയാണ് വേണ്ടത്. ദെൻ കോൾ എ ഡോക്ടർ ഇഫ് നീഡഡ്. പിന്നെ നല്ല മുറിവൊക്കെ ആണ്, ഡോക്ടർ വരേണ്ട കാര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡോക്ടറിനെ വിളിക്കുക. ചെറിയ മുറിവൊന്നും ആണെങ്കിൽ ഡോക്ടർ വേണ്ട അല്ലേ, നമ്മൾ നന്നായി ക്ലീൻ ചെയ്ത് ആൻറ്റിസെപ്റ്റിക് ലോഷനൊക്കെ വെച്ച് കെട്ടിക്കൊടുത്താൽ തന്നെ കുറേയൊക്കെ മുറിവുകൾ ഭേദമാവും അല്ലേ, ചെറിയ കാര്യമൊക്കെ ആണെങ്കിൽ. ദെൻ നല്ല മുറിവൊക്കെ ആണ്, ഡോക്ടർ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡോക്ടറെ വിളിക്കുക. ഓക്കെ, ക്ലിയർ? We are discussed about first aid. First aid നെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. Sometimes in spite of being careful, accidents happen. നമ്മൾ പറഞ്ഞു അല്ലേ, ചില സമയത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എന്തുണ്ടാവും, ആക്സിഡൻസ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ എത്ര കെയർ ചെയ്ത്, നമ്മളിപ്പോൾ നടന്നു പോവുകയാണെങ്കിലും വണ്ടിയിൽ പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ എത്ര കെയർ ചെയ്താലും ചില സമയത്ത് നമ്മൾ അറിയാതെ എന്ത് സംഭവിക്കാം, അപകടം വരാം. എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ എനിവെയർ അറ്റ് എനി ടൈം. ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്തുണ്ടാവാം, ആക്സിഡൻസ് ഉണ്ടാവാം. ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ടു ഗിവൺ ആൻ ഇഞ്ചുവേർഡ് പേഴ്സൺ. ആക്സിഡന്റ് ഉണ്ടായ ആൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഹെൽപ്പിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. ആൻഡ് ഡു നോട്ട് ലെറ്റ് എ ക്രൗഡ് അറൗണ്ട് ദ ഹേർട്ട് പേഴ്സൺ. എന്ത് ചെയ്യാം, അപകടം ഉണ്ടായ ആളുടെ അടുത്ത് കൂട്ടം കൂടി നിന്ന് അയാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പാടില്ല. മേക്ക് ദ ഹേർട്ട് പേഴ്സൺ സിറ്റ് ഓർ ലൈ ഡൗൺ. ആക്സിഡന്റ് ഉണ്ടായ ആളെ ഒന്നുകിൽ എവിടെയെങ്കിലും ഇരുത്തുകയോ അല്ലെങ്കിൽ അയാൾക്ക് കിടക്കാനുള്ള നല്ലൊരു പ്ലേസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കുക. ദെൻ ഇഫ് ദ പേഴ്സൺ ഈസ് ബ്ലീഡിങ്, ക്ലീൻ ദ വോണ്ട് വിത്ത് ആൻ ആൻറ്റിസെപ്റ്റിക് ലോഷൻ ആൻഡ് ടൈ ഇറ്റ്. എന്ത് ചെയ്യുക, ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷനൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്യുക. ദെൻ എന്ത് ചെയ്യാം, നല്ലൊരു ടവലോ അല്ലെങ്കിൽ ബാൻഡേജോ ഒക്കെ കൊണ്ട് മുറിവ് നന്നായിട്ട് കെട്ടിവെക്കാം. ദെൻ സ്റ്റേ നിയർ ദ ഇഞ്ചേർഡ് പേഴ്സൺ ആൻഡ് കാം ഹിം ഡൗൺ ആൻഡ് കോൾ എ ഡോക്ടർ ഇഫ് നീഡഡ്. എന്ത് ചെയ്യുക, ഇഞ്ചേർഡ് ആയിട്ടുള്ള വ്യക്തിനെ നമ്മൾ അവരുടെ അടുത്ത് തന്നെ നിന്നിട്ട് അവരെ ആശ്വസിപ്പിക്കണം അല്ലേ, അവരെ കുറച്ച് റിലാക്സ് ചെയ്യിക്കുക നമ്മൾ. ദെൻ ഡോക്ടർ വരേണ്ട കാര്യമുണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ